ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അല്പീഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത്, നമ്മൾ ചില കാര്യങ്ങൾ നന്നായി തുടങ്ങിയിട്ട് അവസാനം കുളമാക്കിയാൽ അതിൻ്റെ എല്ലാ ഗുണം പോയി. ചിലരങ്ങനെയാണ്, എല്ലാം നന്നായിട്ട് തുടങ്ങാനൊക്കെ നല്ല ഉത്സാഹം, പക്ഷേ ഒന്നും ശുഭമായിട്ട് പര്യവസാനിപ്പിക്കില്ലാത്ത ആ ഒരവസ്ഥ. ദുരാത്മാക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദുരാത്മാവിൻ്റെ ഒരു പ്രവർത്തനം, ആ രീതിയിൽ മനുഷ്യരെ പ്രലോഭിപ്പിച്ച് വഴിതെറ്റിക്കാൻ നോക്കുന്ന ഒരു ദുരാത്മാവ്, ഈവിൾ സ്പിരിറ്റ് ഓഫ് ഇൻകംപ്ലീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ പലതും തുടങ്ങും, പക്ഷെ ഒന്നും പൂർത്തിയാക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ പല കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ട് അതെല്ലാം പാതി വഴിയിലോ വേണമെങ്കിൽ അവസാനം കംപ്ലീഷൻ ആകുന്നതിന് തൊട്ട് മുമ്പോ ഒക്കെ അത് ഇട്ടെറിഞ്ഞു പോയ സംഭവങ്ങൾ ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു ദുരാത്മാവ് അവരിൽ പ്രവർത്തിക്കുന്നത് മൂലമാണെങ്കിൽ ഒരു വിടുതൽ പ്രാർത്ഥന സ്വീകരിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരവസ്ഥയ്ക്ക് മാറ്റം വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം വചന വെളിച്ചത്തിൽ ചിന്തിച്ചാൽ തുടക്കം അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഒടുക്കം. ഒടുക്കം എന്തായി? ഒടുക്കം എങ്ങനെയായിരുന്നു? അതാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം പകരുന്നത്, നമുക്ക് രക്ഷ പകരുന്നത് എന്ന കാര്യം വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ തുടക്കത്തേക്കാൾ ഒടുക്കമാണ് പ്രധാനപ്പെട്ടത് എന്ന് സൂചിപ്പിക്കുന്ന ഒന്ന് രണ്ട് വചനഭാഗങ്ങൾ നമുക്കെടുക്കാം. പ്രഭാഷകന്റെ പുസ്തകം 1:13 വചനം. പ്രഭാഷകൻ 1:13 അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. തുടക്കത്തിലോ ഇടക്കാലത്തൊക്കെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, വീഴ്ചകൾ ഇതൊക്കെ ഉണ്ടാകാം, പക്ഷേ അവസാനം അത് ശുഭമായിരിക്കും. അതാണ് വചനം പറയുക. ഇനി മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ മരണ ദിവസം അനുഗ്രഹീതമായിരിക്കും. അനുഗ്രഹീതമായ ഒരു മരണം ഒരു ക്രിസ്ത്യാനിക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതനുസരിച്ചാണ് മരണാനന്തര ജീവിതം. ഇതാണ് 2-ാമത്തെ വചനം. പ്രഭാഷകൻ 11:28 വായിക്കുമ്പോൾ, പ്രഭാഷകൻ 11:28, മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്. മരണം കൊണ്ടാണ് ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കുക. എന്ത് ക്ലിയറായിട്ട് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മരണം വരെ നമ്മൾ വിശ്വസ്തരായിരിക്കണം. മരണസമയത്തെ നമ്മുടെ അവസ്ഥയാണ് മരണാനന്തര ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന കാര്യം വിസ്മരിക്കരുത്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളെല്ലാവരും പറയാറുള്ളൊരു കാര്യമാണ്, വെൽ ബിഗൺ ഹാഫ് ഡൺ. നന്നായിട്ട് ആരംഭിച്ചത് പകുതി കാര്യങ്ങൾ നടന്നു എന്ന് വേണമെങ്കിൽ, പകുതി പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. വെൽ ബിഗൺ ഹാഫ് ഡൺ. ഏതാണ് ഈ വെൽ ബിഗൺ? എപ്പോഴാണ് നമ്മൾ വെൽ ബിഗൺ ആണ് എന്ന് പറയാൻ സാധിക്കുക? ചില വചനഭാഗങ്ങൾ ഈ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കും. ഒരു ബിസിനസ്സുകാരൻ രണ്ട് ബിസിനസ് നടത്തി പൊട്ടി പാളിഷായത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ ഇന്ന് 3-മതൊരു കാര്യം തുടങ്ങുകയാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പ്രാർത്ഥന വേണം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇക്കുറി ഞാൻ വിജയിക്കും. എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ്, ആദ്യമായിട്ടാണ് പ്രാർത്ഥിച്ചൊരുങ്ങി ദൈവാനുഗ്രഹത്തോടു കൂടി ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരിക. ആ മനുഷ്യൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് വിജയിച്ചു. കാരണം പുള്ളിയുടെ അധ്വാനത്തോടൊപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. അധ്വാനിക്കുക മാത്രമല്ല, ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുകൊണ്ട് വെൽ ബിഗൺ എന്ന് പറയുന്നതിന് ചില എലമെന്റ്സ് ഉണ്ട് എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഒന്നാമത്തെ കാര്യം, ദൈവത്തോട് ആലോചന ചെയ്ത് ദൈവാനുഗ്രഹത്തോടു കൂടി നമ്മൾ ഏത് കാര്യവും ചെയ്യണം. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 6-ാമത്തെ വചനം, എല്ലാ കാര്യങ്ങളും ദൈവവിചാരത്തോടെ ചെയ്യുക. രണ്ടാമതൊരു കാര്യമുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഒത്തിരി അധ്വാനിക്കാൻ പറ്റും. യേശുവിലല്ലാതെ, യേശുവിലുള്ള നമ്മുടെ അധ്വാനം, അതാണ് ഫലമണിയുക. സുഭാഷിതങ്ങൾ 16:3 എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിന്റെ അധ്വാനം ദൈവത്തിന് അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. നീ ദൈവാനുഗ്രഹമില്ലാതെ, ദൈവത്തെ കൂട്ടുപിടിക്കാതെ ചങ്കുപൊട്ടി അധ്വാനിച്ചാലും വലിയ റിസൾട്ടൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ദൈവത്തിലുള്ള അധ്വാനം അത് ഫലമണിയും, അധ്വാനം കുറച്ചുകൂടി എളുപ്പമാവുകയും ചെയ്യും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ചില വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പോലും നമുക്ക് കാണാൻ പറ്റും. ആദ്യം അശുദ്ധർ, പിന്നെ വിശുദ്ധർ. ആരംഭം അത് വേണമെങ്കിൽ അത്ര ശോഭനമായിരുന്നില്ല, പക്ഷെ ഒടുക്കം അത് വളരെ ശോഭനമായി മാറി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാവുന്ന, നിറവേറ്റാവുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഇന്നലകൾ അല്ലെ ഇന്നത്തെ അവസ്ഥ പോലും നമ്മൾ ഒരുപാട് ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ നമ്മുടെ ഒടുക്കം നല്ലതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. മരണത്തോടെയാണ് ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുക. മോശയുടെ കാര്യം നമുക്കറിയാമല്ലോ. ഒരുത്തനെ കൊന്ന് മണലിൽ പൂഴ്ത്തിയവനാണ് മോശ. അത് നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് 2-ാം അധ്യായം 12 മുതൽ വായിക്കുമ്പോൾ ഒരു ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ പൂഴ്ത്തിയവനാണ് മോശ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ദാവീദിന്റെ കാര്യം നോക്കിയാലോ. വ്യഭിചരിച്ചവനാണ്. ഉറിയായുടെ ഭാര്യ ബത്ശബായ പ്രാപിച്ചവനും പിന്നീട് അതിന്റെ പേരിൽ ഉറിയായെ കൊന്നവനുമാണ്. വ്യഭിചാരം, കൊലപാതകം. എന്നിട്ട് നമ്മൾ കാണുകയാണ്, അവനെ ദൈവം വിശുദ്ധീകരിച്ച് അവൻ വേണ്ടതുപോലെ അനുദപിച്ച് കർത്താവിലേക്ക് തിരിയുന്നതും ദൈവം അവനെ വിശുദ്ധീകരിച്ച് ഉയർത്തുന്നതും കാണാൻ പറ്റും. പത്രോസിന്റെ കാര്യം ലൂക്കാ 22:62 എടുത്താൽ, മനം നൊന്ത് കരയുന്ന പത്രോസ്, ഗുരുനാഥനെ തള്ളിപ്പറഞ്ഞവനെങ്കിലും അവനെ തന്നെയാണ് അപ്പസ്തോലന്മാരുടെ നേതാവായിട്ട് കർത്താവ് നിയോഗിച്ചത്. അപ്പോൾ അവൻ്റെ
ഒടുക്കം എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ വിശുദ്ധനായി മാറിയ ഒരു വ്യക്തി. പൗലോസിന്റെ കാര്യം അപ്പോസ്തല പ്രവർത്തനം 8 അശുദ്ധൻ അല്ലെങ്കിൽ സഭയെ തകർത്തുകൊണ്ടിരുന്നവൻ എന്ന് പറയാൻ പറ്റും. സാവൂൾ 9-ാം അധ്യായത്തിൽ അവന്റെ മാനസാന്തരം 10 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു വിശുദ്ധനായിട്ട് തീഷ്ണമതിയായ ഒരു മിഷണറി ആയിട്ട് പ്രവർത്തിക്കുന്ന പൗലോസിനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ വിശുദ്ധ അഗസ്തീനോസ് ഒരു കാലത്ത് വളരെ ജഡികനായി ജീവിച്ച വ്യക്തി. മഗ്ദലന മറിയം ഒരു കാലത്ത് 7 അശുദ്ധാത്മാക്കള് അവളിൽ ഉണ്ടായിരുന്നത്. ഈജിപ്തിലെ വിശുദ്ധ മറിയം ഒരു കാലത്ത് പാപത്തിൽ ആവേശത്തോടെ മുഴുകിയവള്. ഇവരെല്ലാം വിശുദ്ധരായി മാറി. അവരുടെ ഒടുക്കം അവർ വിശുദ്ധരായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. 4-മതായിട്ട് നമ്മുടെ അന്ത്യം ശുഭമാക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. അതിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൽപ്പിക്കണം. സുഭാഷിതങ്ങൾ 16:1 അന്തിമമായ തീരുമാനം കർത്താവ് എടുക്കാൻ അനുവദിച്ചാൽ നമ്മുടെ അന്ത്യം ശുഭമായിരിക്കും. ഞാൻ എൻ്റെ ഇഷ്ടം നടക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി പോയാൽ ഈ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാകണമെന്നില്ല. ജെറമിയ 29:11 മുതൽ 13 വരെ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാതലായ സന്ദേശം എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ഞാൻ മാനിക്കണം, അംഗീകരിക്കണം. അതല്ലാതെ എൻ്റെ പദ്ധതി നടക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി എന്നെ നാശത്തിലേക്ക് നയിക്കും. നിയമാവർത്തനം 28 1 മുതൽ 13 വരെ വായിച്ചാൽ ദൈവത്തിൻ്റെ കൽപ്പനകള്, കർത്താവിൻ്റെ വചനം ശ്രദ്ധാപൂർവം പാലിച്ചാൽ നമുക്കുണ്ടാകാവുന്ന അനുഗ്രഹങ്ങൾ. പിന്നെ അവിടെ 13-ാമത്തെ വചനത്തിൽ പറയാണ്, നിനക്കൊരിക്കലും അധോഗതി വരില്ല, അധോഗതി തകർച്ച ഉണ്ടാകത്തില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാൻ. ഇനി അന്ത്യം കുളമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ശുഭമാക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. നമ്മുടെ അന്ത്യം കുളമാക്കാവുന്ന ചില കാര്യങ്ങൾ സുഭാഷിതങ്ങൾ 23:32 വചനം എടുത്താൽ മദ്യം, അതേ നമ്മൾ മദ്യപിച്ച് ഉന്മത്തരായാൽ അവസാനം അത് തിരിഞ്ഞു നിന്നെ പാമ്പിനെ പോലെ കൊത്തും, അണലിയെപ്പോലെ കൊത്തും, പാമ്പിനെ പോലെ കടിക്കും എന്നെല്ലാം ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. പ്രഭാഷകൻ 6:2 മുതൽ വായിച്ചാലോ, ജഡികാഭിലാഷങ്ങൾക്ക് നീ അടിപ്പെട്ടാൽ അവസാനം നീ ഒരു ഉണക്കമരമായി മാറും. നമ്മുടെ അന്ത്യം കുളമായി മാറും, കുളമാക്കും ഈ ഒരു കാര്യം എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ജെറമിയ 48:35 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അന്യദൈവാരാധന നടത്തിയാൽ നിന്റെ അന്ത്യം കുളമായിരിക്കും, അത് ശോചനീയമായിരിക്കും എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ന്യായാധിപന്മാർ 8-ാം അധ്യായം 26 മുതൽ വായിക്കുമ്പോൾ ഗിദെയോൻ അവന് കിട്ടിയ സ്വർണം കൊണ്ട് എഫോദ് ഉണ്ടാക്കി, അതവന് കെണിയായി മാറിയതായിട്ട് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യർ 6:7 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ജഡത്തിനായി വിതയ്ക്കുന്നവരുടെ അന്ത്യം ശോചനീയമായിരിക്കും. ജഡത്തിനായി വിതച്ചാൽ നീ ജഡത്തിൽ നിന്നും നാശം കൊയ്യേണ്ടി വരും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം കൊണ്ട് ഹൃദയം നിറച്ചവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെയും മറ്റുള്ളവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.